മറുപടി പറയാനോ തയ്യാറാകണം. ഇല്ലെങ്കിൽ നിരന്തരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ഇത്രയും നേരം പറയുന്നേ, അതിനൊരു മറുപടി കേൾക്കണ്ടേ? ഒരുപാട് നേരം അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ഷഹനാസ് മറുപടി കേൾക്കൂ. താങ്കൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പേടിക്കാതിരിക്കൂ. താങ്കൾക്ക് ഭയമുണ്ടെങ്കിൽ പേടിക്കാതിരിക്കൂ. അതുകൊണ്ട് ഒരു മറുപടി കേൾക്കാൻ ഒരു മര്യാദ കാണിക്കൂ. മാതൃകയോ നിങ്ങളൊരു റോൾ മോഡലോ അല്ല. നിങ്ങളൊരു റോൾ മോഡലൊന്നും അല്ല. നിങ്ങളൊരു റോൾ മോഡലൊന്നും അല്ല. അങ്ങനെ പറയണ്ട. കേരളത്തിന് മറുപടി കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയാൻ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്ത് വേണം? എനിക്ക് യാതൊരു പണിയില്ല. അറിയേണ്ടത് ഞാൻ 6 മണി തൊട്ട് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3 മണിക്കൂർ കൂടുതൽ സംസാരിക്കും. ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ മറുപടിക്കോ തിരിച്ചൊരു വാദഗത ഉണ്ടെങ്കിൽ പറയാമെങ്കിൽ ഞാൻ ബഹുമാനപൂർവ്വം അങ്ങനെയല്ല പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ വന്നത്. ഈ 600 കിലോമീറ്റർ മതിലുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? 50 ലക്ഷം രൂപ കളഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ നാടിന് അപകടകരമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ മാന്യതയും സംവിധാനം വേണ്ടെന്നും പ്രചരിപ്പിക്കുന്ന ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഏതൊരു നാടിനും അപകടമാണ്. എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് കുറെ കാലമായി കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് രാഹുൽ ഈശ്വറിന് കുറെ കാലമായി ആൾക്കാർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിമർശനത്തിന് വിധേയമാക്കിയാൽ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളുടെ പത്തി ഒടിയും. ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ താഴെ വീഴും. നിങ്ങൾ അടക്കമുള്ള 10,000-കണക്കിന് ആൾക്കാരെയാണ് ഞങ്ങൾ ശബരിമലയെ തോപ്പിച്ചത്. നിങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് 50 ലക്ഷം രൂപ ടാക്സ് മണിയിൽ എടുത്ത് മതിലുണ്ടാക്കിയല്ലോ. എന്തായി? നിങ്ങൾ അടക്കമുള്ള അപ്പുറത്ത് നിന്നിട്ട് എന്തായി? ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഞങ്ങൾ പറയുന്നത് സംസ്കാരമാണ്, ഞങ്ങൾ പറയുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഞങ്ങൾ ആരെയും ന്യായീകരിക്കില്ല. പറയുന്ന കാര്യങ്ങളുടെ ന്യായം നമ്മൾ ആ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതിന് ഷഹനാസ് എന്നല്ല ഏത് ഫെമിനിസ്റ്റ് അപ്പുറത്തും കാര്യമില്ല. എന്നെ ഒന്നല്ല 10 കേസോ 100 കേസോ എടുക്കുമെന്ന് പറഞ്ഞാലും ആ വിമർശനങ്ങളിൽ ഒഴിഞ്ഞ് പുറകോട്ട് പോകുകയുമില്ല. അവിടെ ഓർക്കേണ്ട കാര്യം ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആൾക്കാർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരും ന്യായീകരിക്കില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർക്കാൻ ബോബി ചെമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർത്ത് ബോബി ചെമ്മണ്ണൂരിനെ കരിവാരി തേക്കാൻ നോക്കുകയാണ്. എന്തുകൊണ്ട്? ബോബി ചെമ്മണ്ണൂരിനെ കോമ്പറ്റീഷനുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യക്തിവിരോധമാണ്. എനിക്ക് വിരോധമുള്ളത് സ്ത്രീകൾക്കെതിരെ മോശമായി പറയുന്നതുകൊണ്ട്, മൊത്തം ആളുകൾക്കെതിരെ മോശമായി പെരുമാറുന്നുണ്ട്. ഞങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾ കാണുന്ന ചാനലുകളിൽ അശ്ലീലം പറയുന്നത് കൊണ്ടുള്ള വിദ്വേഷമാണ്.